ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ പത്മവും മുത്തശ്ശിയും വർഷയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ആകെ സങ്കടമായി കേട്ടോ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ വിഷമിപ്പിക്കല്ലേ എന്ന്. നിങ്ങളെല്ലാവരും ചെയ്യുന്നതിൻ്റെ ഫലമാണ്. അതിന് അച്ഛൻ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മതി, ഈ സമയത്ത് തർക്കം വേണ്ട. നീ വേദയെ വിളിക്കണം ശ്രീകാന്തേ. അവൾ വരണം എന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ വന്ന അച്ഛൻ കാണട്ടെ, അതിനുശേഷം ആവാം. അതെ, പത്മ പറഞ്ഞതാ ശരി. അകത്ത് കിടക്കുന്ന ആൾക്ക് ആദ്യം ബോധം തെളിയട്ടെ, എന്നിട്ടാവാം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. കുറച്ച് നേരം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ ശ്രീകാന്ത്. അവസാനം ഇവരവിടെ ഇരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്നിങ്ങനെ പരിശോധിച്ച ശേഷം മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്ന് പറയാണ്. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇടയ്ക്ക് വേദ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അരമണിക്കൂറിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ വേദ എന്നൊരു പേര് വിളിക്കുന്നുണ്ട്. സഹോദരിയല്ലേ, പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി അവളെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. തിരക്കിനിടയ്ക്ക് ഞാൻ ഫോൺ എടുക്കാതെയും പോയി. ദീപ്തി എപ്പോഴും വിളിച്ചറിയിപ്പിച്ചതല്ലേ. എന്നിട്ട് ഇത്രയും നേരമായിട്ട് അവൾ വന്നോ? നീ ഒന്നുകൂടി വിളിക്കുക. അവൾ വന്നാൽ അച്ഛനൊരു ആശ്വാസമാവും. നീ ഒന്ന് വിളിക്കുക. ശരി. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് മാറിപ്പോയി വേദനെ വിളിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് പിന്നെ അവർ ചക്കയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേദയ്ക്ക് എന്നാലും ഒരു ഡൗട്ടും സങ്കടവും ഒക്കെ ഉണ്ട് ഉള്ളിനുള്ളിൽ. നീയിപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്നൊരു പേടി. അപ്പം വേദയ്ക്ക് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. അയ്യോ, നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഭയങ്കര ഷോ വെക്കുകയാണ് കേട്ടോ നന്ദിനി അവിടെ നിന്നിട്ട്. എടി വേദേ, നീ എന്തുവായി കാണിക്കുന്നത്? ചപ്പനം കാണുവാണോ അതോ ചുള പറിക്കുകയാണോ? നീ സ്വപ്നം കാണുവാണോ അതോ ചുള പറിക്കുകയാണോ? ആ കുട്ടി ആദ്യമായിട്ട് നന്ദിനി ഇതൊക്കെ ചെയ്യുന്നത്. ഇത്തിരി സമയമൊക്കെ എടുക്കും. ഓ പിന്നെ ഒരു ചക്കയും പിടിച്ച് മാനത്ത് നോക്കിയിരുന്നാൽ എത്ര സമയമായാലും ചക്ക പറിച്ച് തീരില്ല. ആ മടലിൽ നിന്ന് ഓരോ ചുളയായിട്ട് പറിച്ചെടുത്ത് അതിലിടേ വേണ്ടോ. അതൊരു ട്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താ പിന്നെ നിനക്ക് താവരുതോ? നീ അതങ്ങ് മാറിയിരി, ഇവളത് ചെയ്തോളും. ഞാനോ? ആ അല്ലാതെ പിന്നെ നീനക്കാവുമ്പോൾ പ്രാക്ടീസ് ഉള്ളതല്ലേ. വേദ അത് കണ്ടുപിടിച്ചോളും. നീ ഇങ്ങോട്ടിരിക്കുക. ഏതായാലും അവൾ തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ചക്കമുണഞ്ഞ് ആക്കണ്ടല്ലോ. ഇത്തിരി വെളിച്ചെണ്ണ പൊട്ടിയാൽ അത് പൊക്കോളും. നീ എവിടെ ഇരിക്കുക. നീ ആകുമ്പോൾ വേഗം പണി തരും. ഏട്ടത്തി ഇങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞ് വേദ ചക്ക കയ്യിലേക്ക് കൊടുത്തു. വേറെ നിവർത്തിയില്ല നന്ദിനി. എന്നാ ശരി. വേദയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. വേദേ, നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, അങ്ങോട്ട് വേണോ എന്ന് ശ്രീജയടുത്ത് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വേദ അവിടെ നിൽക്കുകയാണ്. മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പോയി കണ്ടോളൂ എന്ന് അപ്പോഴേക്കും നേഴ്സ് വന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ വേഗം തന്നെ നമ്മുടെ ശങ്കർ നാരായണനെ കാണാനായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടറും അവിടെയുണ്ട്. ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം ഇവരെല്ലാവരും കൂടെ കയറി വന്നു കേട്ടോ. അപ്പോഴേക്കും വേണ്ട, മരുന്നിൻ്റെ സെഡേഷനിലാണ് മയക്കം, ഒരു അരമണിക്കൂറുകൂടെ കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അതിനിടയിൽ എന്തോ വിളിച്ചോ സംസാരിച്ചോ ശല്യപ്പെടുത്തണ. അതിനുശേഷം തനിയെ ഉണർന്നോളും. മകളെത്തിയോ? ഇല്ല, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഉണരുമ്പോൾ അവരുണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. വേഗം വരാൻ പറഞ്ഞോളൂ. അപ്പോൾ വേഗം തന്നെ ശ്രീകാന്ത് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സങ്കടത്തിലിങ്ങനെ വിഷമിച്ചാണ് പത്മൊക്കെ ഇരിക്കുന്നത്. ശ്രീകാന്തെ, അവളെ വിളിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ശങ്കരനാരായണൻ ഇടയ്ക്ക് മൂളുകയും മുറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, അവൾ വിളിച്ചിട്ട് കിട്ടിയില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. നീ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നീ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒന്നും മിണ്ടിയില്ല. ഞാൻ വിളിച്ചോളാം. എന്നാൽ വേഗം ആവട്ടെ. അപ്പോൾ ശ്രീകാന്ത് നേരെ പുറത്തേക്ക് പോയി. എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണനെ നോക്കി ഇവരിങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ്. അപ്പോൾ വിക്രം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വേദയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. നോക്കുമ്പോൾ ശ്രീയേട്ടൻ ഫോണുമായിട്ട് നേരെ കിച്ചണിലേക്ക് ആൾ വന്നു. ഇവർ ചക്ക ഇങ്ങനെ ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വേദ അവിടെ കിച്ചണിൽ നിന്ന് പണിയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ദാ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. ദേ, നിൻ്റെ അളിയൻ ഈസ് കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങി. എന്നിട്ട് വേദ ഫോൺ സൈലൻറ്റിലാക്കിയിട്ട് നേരെ താഴേക്ക് വെക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് മാറി മാറി വിളിച്ചിട്ടും വേദ അത് എന്താ പറയുക കളിപ്പിക്കുകയാണ് എന്ന് മാത്രമാണ് വിചാരിച്ചത് കേട്ടോ. എന്നിട്ട് വിക്രം നേരെ നമ്മുടെ കമലാമ്മയുടെ അടുത്തേക്ക് ചെന്നു. അതെ, മിസ്സസ് കമല സുധാകരൻ, ഒരു ഗ്ലാസ് വെള്ളം. മിസ്റ്റർ വിക്രം സുധാകരൻ, ഫ്രിഡ്ജ് അവിടെയുണ്ട്, കുപ്പി അവിടെയുണ്ട്, വെള്ളമുണ്ട്, അവിടെ ചെന്ന് എടുത്ത് കുടിച്ചോളൂ. നിങ്ങൾക്ക് എന്താ ഒന്ന് എടുത്തു തന്നാൽ?
നിനക്കിപ്പോൾ പോയി എടുത്തു കുടിച്ചാലെന്താ, ദാഹം മാറില്ലേ? എല്ലാ സാധനവും ചുണ്ടത്തടുപ്പിച്ച് തരുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെയാവുന്നതെന്നാ വേദയുടെ കുറ്റപ്പെടുത്തൽ. അപ്പോൾ വേദന നോക്കുക, അതുകൊണ്ട് നീ തന്നെ ചെന്നെടുത്തുകൂടി. അപ്പം നന്ദിനി ഞാൻ എടുത്തു തരാടാ എന്ന് പറഞ്ഞു. നന്ദിനി അവിടെ ഇരി, ഇപ്പം അവന് ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടല്ലോ. അപ്പോൾ വേഗം പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ട് നമ്മുടെ വിക്രം സുധാകരൻ തന്നെ പോയി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ശ്രീയേട്ടൻ്റെ ഫോൺ കോൾ വരികയാണ്. ആരാ മോളെ? അതോ ഏട്ടനാ? അത്ര അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിലോ എടുക്ക്, ഏതായാലും വിളിക്കുന്നതല്ലേ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അതെ, ചിലപ്പോൾ കുഞ്ഞിനെ കാണാൻ ക്ഷണിക്കാനായിട്ടായിരിക്കും എന്ന വിക്രം. ഇറക്കി വിട്ടതല്ലേ എന്നൊരു പുച്ഛഭാവത്തിൽ അവൻ്റെ ഒരു ചിരി. വിക്രം കളിയാക്കി ചിരിക്കാം കേട്ടോ. അപ്പോൾ വേദ വീണ്ടും ഫോൺ ബെല്ലടിച്ചപ്പോഴത്തേനും, അതെ എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ വിളിക്കില്ല, നീ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതെ, കാര്യം എന്താണേലും അറിയാലോ. ദീപ്തി മുഖേന ഒരു നാടകം കളിച്ച് നോക്കിയതാ, ഫലിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും കാര്യം അറിയാലോ. അപ്പോൾ വീണ്ടും വേദ ഫോൺ എടുത്തു. അവസാനം, ഹലോ, നിന്നെ എത്ര തവണയായിട്ട് വിളിക്കുവാണ്, നീ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചു. അച്ഛന് വയ്യ, ഹോസ്പിറ്റലാണ് എന്നാ പറയാനായിരിക്കും. അത് ദീപ്തി പറഞ്ഞില്ലേ, രാവിലെ നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. അച്ഛൻ അത്രയ്ക്ക് വയ്യാഴിക ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കുന്നത് ആദ്യം മുത്തശ്ശി ആയിരിക്കും. പക്ഷെ വേദ, അമ്മയും മുത്തശ്ശിയും ഞാനും വർഷയും കൂടിയാ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ ഫോൺ കയ്യിലില്ല. അത് മുത്തശ്ശിയുടെ ഫോണിൽ വിളിച്ച് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. വേദ പ്ലീസ് നീ ഒന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അപ്പം ശ്രീകാന്ത് എന്ത് ചെയ്യാനാ എന്നറിയത്തില്ലാതെ ശ്രീകാന്ത് ആകെ പെട്ടുപോയി. ശരിക്കും ദേഷ്യം കാണിക്കുക കേട്ടോ. അതെ, ശരിക്കും എന്താ പുതിയ അടവുമായിട്ട് ഇറങ്ങിയതാമേ, ഇത്തവണ കൂടെ അച്ഛനുണ്ടെന്ന് മാത്രം. അതെ, അച്ഛന് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്രേ, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. അയ്യോ മോളെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കണ്ടേ? അച്ഛൻ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു പ്രശ്നം ഉണ്ടായെങ്കിൽ മുത്തശ്ശിയോ അമ്മയോ എന്നെ ഒന്ന് വിളിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? എന്നാൽ പിന്നെ അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ. അപ്പം നന്ദിനി, ഇനി അതിനൊന്നും നിൽക്കണ്ട, മോളുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞല്ലേ, എന്തായാലും ഒന്ന് ആശുപത്രി വരെ പോയിട്ട് വാ, ഞാൻ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. എന്നെ കണ്ടാലേ തന്നെ അവളുടെ അച്ഛൻ അറ്റാക്ക് ഉറപ്പാ. മനുഷ്യൻ്റെ അവസ്ഥയാ, എപ്പോഴാ ആർക്കാ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ചിട്ട് കാര്യമില്ല അല്ലേമ്മേ. ഇതെന്ത് വർത്താനാ നന്ദിനി നിൻ്റേത്? ഒന്ന് മിണ്ടാതിരിക്കും. അയ്യോ ശ്രീചേച്ചി, അമ്മ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, നേരെ ചൊവ്വേ ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനൊന്നും സംഭവിക്കില്ല വേദേ, എന്നാലും മോളൊന്ന് പോയിട്ട് വാ. എനിക്ക് ഉറപ്പുണ്ടമ്മേ, പക്ഷേ അവിടെ എന്തെങ്കിലും കാര്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുക മുത്തശ്ശി മാത്രമായിരിക്കും, അതെനിക്ക് ഉറപ്പാ. എന്നാലും ഞാനൊന്ന് പോയിട്ട് വരാം. അതിനിപ്പോൾ കൂട്ടാരും വരണമെന്നില്ല. അയ്യോ സന്തോഷം. അങ്ങനെ ഇപ്പം നീ ഒറ്റയ്ക്ക് പോകണ്ട, അവളെയും കൂട്ടി മര്യാദയ്ക്ക് പോയി വരാൻ നോക്ക് വിക്രം. അതിന് ഇവള് കൂടെ വന്നാലല്ലേ ഞാൻ ചുമലിലിട്ടുകൊണ്ട് പോകണോ? പോയിട്ട് വാ മോളെ. ശരി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ വേദ പോയി റെഡി ആകുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവളുടെ അച്ഛന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അവളിങ്ങോട്ട് വരില്ല എന്ന് നന്ദിനി ആക്രോശിച്ചിങ്ങനെ പറയുക. എന്താ നീ പറഞ്ഞത്? എന്താ നന്ദിനി നിനക്ക്? അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. അല്ലമ്മേ, അവളുടെ അച്ഛന് ഇനി മരണക്കിടക്കയിൽ വല്ലതും ആണെങ്കിൽ പണ്ടത്തെ സിനിമയിൽ കാണുന്ന പോലെ മരണം വരെ അവിടെ കഴിഞ്ഞോളാം എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. എന്തൊരു മനസ്സാണ് നിൻ്റേത്, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കമല എഴുന്നേറ്റങ്ങ് പോയി. അപ്പോൾ വേഗം കരുനാവുണ്ടോ എന്ന് ചോദിച്ചു വിക്രം. ഉണ്ടോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം ഞാൻ ആശിച്ചു പോയി, അതാ. ഇല്ല ശ്രീചേച്ചി, ഇല്ല, ഒരിക്കലും ഇല്ല. കരുതാക്കൊണ്ടോ എന്ന് സ്വന്തം പരീക്ഷിച്ച് നിൽക്കുകയാണ് ആള്. പിന്നെ കാണുന്നത് നമ്മുടെ വേദയും വിക്രത്തിനെയും പോവാണ്. കൂട്ടിക്കൊണ്ട് വിക്രം ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം വേഗം തന്നെ, വേതാളം എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ അപ്പം പരിപാടി? ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താന്ന് അവിടെ ചെന്നിട്ട് കണ്ടച്ചാൽ മതി. ഞാൻ ഹോസ്പിറ്റലിലേക്കത്തേക്കൊന്നും കയറി വരുന്നില്ല, എന്താണെങ്കിലും വന്നേ പറ്റുള്ളൂ ഇത്തവണ എന്ന് വേദ വാശി പിടിക്കുകയാണ്. പക്ഷേങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് ശരിയാവും, നീ അച്ഛൻ്റെ അസുഖമൊക്കെ മാറി അതൊക്കെ ഭേദപ്പെട്ടിട്ട് ശേഷം തിരിച്ചു വന്നാൽ മതി ശുശ്രൂഷിച്ചിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരണമല്ലേ? അയ്യോ, ഞാനൊരു ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം.
അപ്പോൾ ഇവർ രണ്ടുപേരൂടെ നേരെ ശങ്കർ നാരായണനെ കാണാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം മിണ്ടുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യനൊന്ന് ഓടിക്കാൻ സമ്മതിക്കുമോ? അത് ശരി, അപ്പം നിങ്ങളല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത്? അത് തെറ്റായിപ്പോയി. അതെ, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിച്ചോണ്ടല്ലേ. നീ എൻ്റെ മനസ്സിലിട്ടിളക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്ക്. അതാ വിക്രമ, എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ. ചേട്ടനും അച്ഛനോടി നടത്തുന്ന ആ നാടകം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പൊളിച്ച് കാണിച്ചു തരാം. നിങ്ങളെൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി. എടി, നിൻ്റെ അച്ഛന് ശരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ കിടക്കുന്നെങ്കിലോ? അങ്ങനെ എന്താണെങ്കിലും സംഭവിച്ചുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ മുത്തശ്ശി വിളിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ഇത് ചേട്ടൻ്റെ മറ്റൊരു കളിയാണെന്ന് ഉറപ്പാ. ആ കളിയിൽ തിരിച്ചു കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. വിക്രം വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നെ ശങ്കർ നാരായണൻ കണ്ണൊക്കെ തുറന്നു കേട്ടോ. എപ്പോഴാണ് കൊണ്ടത് എന്ന് ചോദിച്ചു. അതെ, രാവിലെ അച്ഛൻ എഴുന്നേറ്റ സമയത്ത് തലകറക്കം ഉണ്ടായി, അന്നേരം ഇവിടെ കൊണ്ടുവന്നതാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതേ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, സാർ ആളാകെ ഉഷാറായല്ലോ. ഇന്നലെ കുറച്ച് ഉറക്കം ഒളിച്ചു അല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ, ഇനി ഏതായാലും കുറച്ചൊക്കെ വിശ്രമം അത്യാവശ്യമാണ് കേട്ടോ. എന്താ ഡോക്ടർ പ്രശ്നം? ഇപ്പം പ്രശ്നമൊന്നുമില്ല. കുറേ നേരം ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ശരീരം ഒന്ന് കട്ട് ഓഫ് ചെയ്തതാ. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അത്രയേ ഉള്ളൂ എന്ന് ഡോക്ടർ ഇങ്ങനെ പറയാം. ആ പഴയ ബ്ലോക്ക് അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കുറച്ചു മുൻപേയും അതൊന്ന് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതൊരു ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു കളയാം. അതാ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും സമ്മതിച്ചു. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്, അത് കഴിച്ച് സാറ് ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കുക. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. കഴിവതും സ്ട്രെസ് അത് ഒഴിവാക്കാൻ നോക്കണം സർ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ജോലി അതിന് കഴിയുന്നതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കോടതിയിലെ കേസും ഇമോഷൻസും എല്ലാം വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരരുത്. അവിടെ പരമാവധി സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടല്ലോ. വീട്ടിൽ തന്നെ ആവശ്യത്തിലധികം ധാരാളം ഉള്ളപ്പോൾ കോടതി എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഡോക്ടർ? ഇനി അവനവൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, മറ്റൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പത്മ പറയണം. നിങ്ങൾ വീട്ടുകാരുടെ അതിന് ശ്രദ്ധിക്കണം, മനസ്സിലായല്ലോ? അപ്പം ശരി എന്ന് പറഞ്ഞ് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോവാം. എന്നാൽ സാറേ ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത്, മുത്തശ്ശി എന്നാൽ പിന്നെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. വേണ്ട, നീ ഇവരെയും കൊണ്ട് പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട മുത്തശ്ശി, ഷുഗറൊക്കെ ഉള്ളതല്ലേ, സമയത്ത് ആഹാരം കഴിക്കാതെ ഇനി പ്രശ്നമാവണ്ട. അതെ, അമ്മ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. മുത്തശ്ശി അമ്മയും വരൂ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അതെ അമ്മേ, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരുന്നു. അച്ഛന് ജ്യൂസ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോ എന്ന് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വേഗം എടുത്തു, അച്ഛന് ജ്യൂസൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ വേദയും വിക്രവും കൂടി വേണ്ട അവിടേക്ക് എത്തിയിരിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക്. അതെ, പറഞ്ഞല്ലോ, ഇത്തവണ നമ്മൾ ഒരുമിച്ചാണ് പോണത്, വാ ഇങ്ങോട്ട്. ഞാനായിട്ട് നിൻ്റെ അച്ഛൻ്റെ ഹൃദയം തകർക്കാൻ നിൽക്കണോ? നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ഹൃദയമല്ലേ, അതത്ര പെട്ടെന്നൊന്നും തകരുമെന്നൊന്നും പേടിക്കണ്ട. മാത്രമല്ല, ഇനി ഇമ്മാതിരിയുള്ള നാടകങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണമെന്ന് തോന്നുന്നു. അതെ, നീ നാടകമെന്ന് പറയുന്നത് സത്യം അറിഞ്ഞിട്ട് തന്നെയാണോ? അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടുമല്ലോ, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവസാനം വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശങ്കർ നാരായണൻ്റെ റൂമൊക്കെ ചോദിച്ചു. എന്നിട്ട് വേണ്ട അവർ രണ്ടുപേരുടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ജ്യൂസ് എടുത്ത് കൊടുത്ത ശേഷം ശ്രീകാന്തിന് ഒരു കോള് വന്നു. അപ്പോൾ ശ്രീകാന്ത് ഫോൺ വിളിച്ച് പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് ആരോ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ റൂമിലേക്ക് മാറ്റി. സ്ട്രെസ്സാണെന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല, അന്നത്തെ പോലെ അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അച്ഛനടുത്ത് അത്ര സീരിയസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരി, എന്നാൽ വീട്ടിലേക്ക് മടങ്ങും, വീട്ടിൽ വന്നാൽ കാണാം എന്ന് പറഞ്ഞു. ഈ സമയത്താണ് വേദയും വിക്രവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീയേട്ടനെ കണ്ടു. വേഗം തന്നെ, വേദ നീ വന്നോ? എത്ര നേരമായി നിന്നെ വിളിച്ചതാ, ഇപ്പോഴാണ് നിനക്ക് വരാൻ സമയം കിട്ടിയത്. ബോധമില്ലാതെ കിടക്കുമ്പോഴും നിന്റെ പേരാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ അങ്ങനെയാണോ? എന്നിട്ട് ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പതേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വിക്രം. കണ്ടോ, ഇത്രയും സീരിയസ് ആയി കൊണ്ടുവന്നയാളെ മണിക്കൂറുകൾക്കുള്ളിൽ ഷിഫ്റ്റ് ചെയ്തു എന്നോ? എങ്ങനെയുണ്ട്? വേദ, നീ വേണേ ഡോക്ടറോട്? വേണ്ട, ഏതാണെങ്കിലും ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ.
വരൂ വിക്രം എന്ന് പറഞ്ഞ് വേദ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്ക് ശങ്കർ നാരായണൻ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.